തൊഴിലുറപ്പ് പദ്ധതി, അതുപോലെ തന്നെ MP ഫണ്ട്, MLA ഫണ്ട്, വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് 5 പുതിയ റോഡുകളും ബാക്കി എല്ലാ റോഡുകളും സഞ്ചാരയോഗ്യമാക്കി. ഹരിതകർമ്മസേന ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് നമുക്ക് അവിടെ വന്യമൃഗസ്നേഹികൾ ഏറ്റവും കൂടുതലുണ്ട്. ജൈവവള നിർമ്മാണ യൂണിറ്റ്, അത് കർഷകരെയും കൂടെ ഉൾപ്പെടുത്തി അവർക്ക് ഏറ്റവും സന്തോഷകരമായ രീതിയിൽ അവരെ ടൂർ കൊണ്ടുപോകാം. ഒരു പഠനയാത്ര എന്നത് അവർക്ക് എന്നും ഓർമ്മിപ്പിച്ച രീതിയിൽ അവർ ഇപ്രാവശ്യം വയോജന കലോത്സവത്തിന് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തന്നെ മാമ്പയിൽ മുതൽ ചെമ്മണ്ണുകൊണ്ട് വരെ ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും സന്തോഷകര സംതൃപ്തമായ രീതിയിൽ 5 വർഷം കഴിയുമ്പോൾ ഇറങ്ങിപ്പോകാൻ സാധിക്കുന്നു. (2020) മുതൽ 2025 വരെ 5 വർഷക്കാലം 7ാം വാർഡിൻ്റെ മെമ്പറായിട്ടും ഉദയഗിരി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടും പ്രവർത്തിക്കുകയാണ്. ഇക്കാലയിലുള്ള പ്രവർത്തനങ്ങളിലെ വികസനങ്ങളെ എങ്ങനെ കാണുന്നു? 2020 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഭരണസമിതിയിൽ ഉൾപ്പെടാൻ സാധിച്ചതിലും എൻ്റെ 7ാം വാർഡിലെ മെമ്പറാകാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട്. കാരണം നമ്മുടെ ഒത്തിരി വികസന പ്രവർത്തനങ്ങളിൽ ഇതിൽ ഏർപ്പെടാൻ എനിക്ക് സാധിച്ചു. പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും ധാരാളം വികസനം, എല്ലാ മേഖലയിലും നമുക്ക് വികസന പ്രവർത്തനം കൊണ്ടുവരാൻ സാധിച്ചു. അതിൽ പങ്കാളിയാകാനും സാധിച്ചു. എന്തൊക്കെയാണ് റോഡുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ? പശ്ചാത്തല മേഖലയിൽ ബാമ്പയിൽ റോഡിനെ പണിട്ടുണ്ട്. അത് 5 പുതിയ റോഡുകൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി, അതുപോലെ തന്നെ MP ഫണ്ട്, MLA ഫണ്ട്, വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് 5 പുതിയ റോഡുകളും ബാക്കി എല്ലാ റോഡുകളും സഞ്ചാരയോഗ്യമാക്കി. മെയിൻ്റനൻസ് ഫണ്ട് ഉപയോഗിച്ചിട്ട് എല്ലാ റോഡുകളും സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈഫ് മിഷൻ്റെ പദ്ധതികൾ എത്രത്തോളം? ലൈഫ് മിഷൻ്റെ പാർപ്പിട പദ്ധതി, എല്ലാവർക്കും സമ്പൂർണ്ണമായ പാർപ്പിട പദ്ധതി എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം. വാർഡിലെ എല്ലാവർക്കും ഭവന പദ്ധതി, ഭവന പുനരുദ്ധാരണം, ലൈഫ് പദ്ധതി, PMAY, അതുപോലെ മറ്റു ഫണ്ടുകൾ ഉപയോഗിച്ച് എല്ലാവർക്കും വീടുകൾ കൊടുക്കാൻ സാധിച്ചു എന്നതിൽ സന്തോഷമുണ്ട്. നമ്മുടെ ഈ പഞ്ചായത്ത് നെറ്റ് സീറോ കാർബൺ പഞ്ചായത്താണ്. ശുചിത്വ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ മികച്ച രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ വാർഡ് തലത്തിൽ ഈ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തു തീർക്കാൻ വേണ്ടി സാധിക്കും? ശുചിത്വ മേഖലയിൽ ഇത് എൻ്റെ വാർഡ് ഹരിതഗ്രാമമായി പ്രഖ്യാപിച്ചൊരു വാർഡായിരുന്നു. ആ വാർഡിൽ ഉൾപ്പെടുത്തി എല്ലാ കുടുംബങ്ങൾക്കും ജീവന്, ശുചിത്വ മാലിന്യ സംസ്കരണത്തിനായി ജീവൻ എല്ലാ വീടുകൾക്കും കൊടുക്കാൻ സാധിച്ചു. പിന്നെ 2 മിനി MCകൾ, അതുപോലെ 2 ബോട്ടിൽ ബൂത്ത് വാർഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പച്ചക്കറി എല്ലായിടത്തും കൊടുത്തു, ഫലവൃക്ഷത്തൈ, ഇതെല്ലാം. പിന്നെ ഹരിതകർമ്മസേന ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 100% അവർക്ക് യൂസർ ഫീ കിട്ടുന്നുണ്ട്. ആളുകളുടെ സഹകരണവും നല്ല രീതിയിലുണ്ട്. വലിച്ചെറിയൽ മുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചു. വലിച്ചെറിയ വാർഡായിട്ട് പ്രഖ്യാപിക്കാനും സാധിച്ചിട്ടുണ്ട്. വാർഡ് അതെ, അവിടെ ആരും ഇങ്ങനെ വലിച്ചെറിയുന്ന സമ്പ്രദായം ഇല്ല. എല്ലാം ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുകയാണ് സാധനങ്ങൾ. അതിനോടൊപ്പം തന്നെ പുഴയും തോടുകളെല്ലാം വൃത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. പൊതുവെ ഈ മേഖല ഉദയഗിരി ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതെ, കാർഷിക മേഖല ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവുമാണ്. അതെ. എന്തൊക്കെ കാര്യങ്ങൾ വാർഡ് തലത്തിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കർഷകർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? വാർഡ് തലത്തിൽ മാമ്പയിൽ പഞ്ചായത്തിന് പണ്ടുണ്ടെങ്കിൽ ഫോറസ്റ്റിൻ്റെ അതിർത്തിയിലുള്ള ഒരു വാർഡാണ്. അത് നമുക്ക് അവിടെ വന്യമൃഗസ്നേഹികൾ ഏറ്റവും കൂടുതലുണ്ട്. അതിന് പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സോളാർ ഫെൻസിങ് ഉണ്ടായിരുന്നു. അത് മുഴുവൻ പൊട്ടി കിടക്കുമായിരുന്നു. പുതിയ ബാറ്ററി നമ്മൾ ഫോറസ്റ്റുകാരുടെ സഹകരണത്തോടുകൂടി അവർ നിർബന്ധമായി അവർ പറഞ്ഞു ഒരു പുതിയ ബാറ്ററി വെക്കുകയും ഫെൻസിങ് പുനഃസ്ഥാപിക്കാനും സാധിച്ചിട്ടുണ്ട്. ചെമ്മരപ്പള്ളി മല മുതൽ കേരഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആവശ്യമായ എല്ലാ കർഷകർക്കും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ക്ഷീരഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി, അങ്ങനെ എല്ലാ കാര്യങ്ങളും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പറയപ്പെടുന്ന കാര്യം വനിതകൾക്കൊരു സ്വയം തൊഴിൽ എന്ന നിലയിൽ ഒരു ജൈവവള നിർമ്മാണ യൂണിറ്റ്, അത് കർഷകരെയും കൂടെ ഉൾപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്ന് ചാണകം ശേഖരിച്ച് നമുക്കൊരു ജൈവ വിപണന മേഖല, അതുപോലെ നിർമ്മാണവും വിപണനവും രണ്ടും കൂടെ ഒരു ഈ പഞ്ചായത്തിലും പുറത്തോട്ടും കൊടുക്കാനുള്ള ഇതിൽ യൂണിറ്റ് തുടങ്ങാൻ സാധിച്ചു. അത് വനിതകൾക്കൊരു തൊഴിലും ക്ഷീരകർഷകർക്കൊരു നല്ല നേട്ടം, ഒരു കൈത്താങ് എന്ന നിലയിലാണ് അത് പ്രവർത്തിക്കാൻ സാധിച്ചത്. അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ മാമ്പയിൽ ഒരു സ്കൂളാണുള്ളത്. ആ സ്കൂള് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അംഗൻവാടി ആയാലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല രീതിയിലാണ്. അവിടെ ടീച്ചറായാലും കുഴപ്പം, കുട്ടികളും അതെ, നാട്ടുകാരുടെയും നല്ല സഹകരണമുണ്ട്. അവിടുത്തെ എല്ലാ മേഖലയിലും ഏറ്റവും നല്ല രീതിയിൽ തന്നെ, പശ്ചാത്തല മേഖലയും എല്ലാം കുഴപ്പമില്ല, എല്ലാം നല്ല രീതിയിൽ തന്നെ. അംഗൻവാടിക്കും മെയിൻ്റനൻസ് എല്ലാം നല്ല രീതിയിൽ നടക്കുന്നു. പട്ടികജാതി പട്ടികവർഗങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വാർഡിൽ അങ്ങനെ ഒരു കുടുംബമേ ഉള്ളൂ. അവർക്ക് ആവശ്യമായ സഹകരണം എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരിപ്പോൾ ഭവന പുനരുദ്ധാരണത്തിലും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർ ചെയ്യും. ഇത് ഉദയഗിരി ഗ്രാമപഞ്ചായത്ത് വയോജന സൗഹൃദ പഞ്ചായത്താണ്. അവരുടെ പ്രവർത്തനങ്ങളെ എത്രത്തോളം? വയോജന സൗഹൃദ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം എൻ്റെ വാർഡിലെ വയോജനങ്ങൾ ഒരു കാര്യത്തിലും പുറത്തോട്ട് പോകാതിരുന്നവരാണ്. അവരിപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളെല്ലാം വയോജന സൗഹൃദത്തിൽ വയോജന കലോത്സവത്തിൽ പങ്കെടുപ്പിച്ച്
അതായത് സിനിമാറ്റിക് ഡാൻസ് ഗ്രൂപ്പ്, അങ്ങനെ എല്ലാ ഐറ്റത്തിലും പങ്കെടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവർക്ക് ഏറ്റവും സന്തോഷകരമായ രീതിയിൽ അവരെ ടൂർ കൊണ്ടുപോകാം. ഒരു പഠനയാത്ര എന്നത് അവർക്ക് എന്നും ഓർമ്മിക്കുന്ന രീതിയിൽ അവർ ഇപ്രാവശ്യം വയോജന കലോത്സവത്തിന് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സന്തോഷമാണ്, അവർക്കും സന്തോഷം, എനിക്കും അതിനോട് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണത്. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു സബ് സെൻ്റർ ഉണ്ട്, അത് ജെറിയാട്രിക് ക്ലിനിക്കായിട്ട്. അവിടെയുള്ള വയോജനങ്ങൾക്ക് മാസത്തിലൊരിക്കൽ അവരുടെ ഷുഗറും പ്രഷറും പരിശോധിക്കാനും അവർക്ക് വേണ്ട ചികിത്സകളെല്ലാം നല്ല രീതിയിൽ തന്നെ അവിടെ പ്രവർത്തനം നടന്നു പോകുന്നുണ്ട്. ഇപ്പം 5 വർഷത്തെ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? എടുത്തു പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കുടിവെള്ള പ്രശ്നമായിരുന്നു മാമ്പയിൽ അഭിമുഖം. ശരിക്കും വനമേഖലയുടെ അടുത്തൊരു പ്രദേശമാണെങ്കിലും ഒരു ഭാഗത്ത് വെള്ളം ഒട്ടുമില്ലായിരുന്നു. അവരൊരു മാർച്ച് ഏപ്രിൽ മാസം ആകുമ്പോൾ വാഹനത്തിന് വെള്ളം കൊണ്ടുവന്നായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഞാൻ കയറിയ സമയത്ത് തന്നെ അവരാവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു, അതൊരു 38 ലക്ഷം രൂപ ഉൾപ്പെടുത്തി ആ പദ്ധതി പൂർത്തീകരിച്ച് 58 കുടുംബങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യം. സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, നമുക്ക് ഒരു മിനിമാസ് ലൈറ്റ് മുക്കടയിലുണ്ട്, അതിൻ്റെ പ്രവർത്തനം കഴിഞ്ഞു. അതുപോലെ തന്നെ മാമ്പയിൽ മുതൽ ചെമ്മണ്ണുകൊണ്ട് വരെ ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അത് ജനങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു. കുടുംബശ്രീയിലും അവിടെ ADS CDS പ്രവർത്തനം എല്ലാ കാര്യങ്ങളും ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ അവർ സ്വയം തൊഴിലിനായാലും എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് പ്രോജക്റ്റുകളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ സ്വയം തൊഴിൽ പ്രവർത്തനങ്ങളൊക്കെ അവർ ഏർപ്പെടുന്നുണ്ട്. JLGകളുണ്ട്. തൊഴിലുറപ്പ് മേഖലയിലെ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റെ വികസനങ്ങൾക്ക് ഉപയുക്തമായ രീതിയിലും കർഷകർക്ക് ഉപയുക്തമായ രീതിയിലും എത്രത്തോളം ഫലവത്തായ രീതിയിൽ നമ്മുടെ വാർഡിൽ ചെയ്യാൻ സാധിച്ചു? തൊഴിലുറപ്പ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൽ പുതിയ റോഡ് ചെയ്യാനൊന്നും ഫണ്ടില്ല. അപ്പോൾ പ്രധാനമായും നമ്മുടെ റോഡുകൾ ചെയ്ത തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തി 4 റോഡുകൾ എനിക്ക് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ആണ്ടിൻകൂട്, തൊഴുത്ത്, കോഴിക്കോട് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചു. പിന്നെ നമ്മുടെ മണ്ണ് നിലനിർത്തുന്ന ബണ്ട് നിർമ്മാണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല സഹകരണമുണ്ട്, ചെയ്യുന്നുണ്ട്. ധാരാളം പദ്ധതിയുണ്ട്. ഉദയഗിരി ഗ്രാമപഞ്ചായത്ത് പൊതുവെ ഗ്രാമീണ ഭംഗികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. ടൂറിസം മേഖലയിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ എത്രത്തോളം ഉപയുക്തമായ രീതിയിൽ നിങ്ങൾക്ക് വാർഡ് തലത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? വാർഡ് തലത്തിൽ ഇപ്പം നമ്മൾ പുഴയോര സൗന്ദര്യവൽക്കരണം നടത്തുന്നുണ്ട്, മരങ്ങളും ചെടികളൊക്കെ വെച്ച്. അതുപോലെ റോഡ് സൈഡിലും ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ടൂറിസം മേഖല അങ്ങോട്ട് ചെറിയ തോതിലുള്ള ടൂറിസം അങ്ങോട്ട് വരുന്നുള്ളൂ, എന്നാലും അവന് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മൾ. നമുക്ക് ഒരു അഭിമാനം ഉള്ള നേട്ടമുള്ളൊരു 5 വർഷമായിരുന്നു. നിങ്ങളുടെ ഈ 5 വർഷത്തെ പ്രവർത്തന കാലയളവിൽ ജനങ്ങളിൽ നിന്നും എത്രത്തോളം പിന്തുണ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചു? ജനങ്ങളിൽ ഈ 5 വർഷത്തെ പ്രവർത്തനത്തിൽ ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഒരു മെമ്പറാകുന്നത്. ജനങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു. മറ്റു ഭരണസമിതി അംഗങ്ങളുടെയും പ്രസിഡന്റിനോടൊപ്പം നമ്മുടെ ഈ ഭരണസമിതിയിൽ പങ്കെടുക്കാൻ സാധിച്ച ഏറ്റവും അഭിമാനകരമായി തോന്നുന്നു. എല്ലാവരുടെയും പിന്തുണയുണ്ടായിരുന്നു. ശരിക്കും നാട്ടുകാരുടെയും മറ്റു മെമ്പർമാരുടെയും എല്ലാവരുടെയും പിന്തുണ, സ്റ്റാഫിൻ്റെയും പഞ്ചായത്ത് എല്ലാവരുടെയും എല്ലാം. നമുക്കതുപോലെ നമ്മുടെ മറ്റ് സ്ഥാപനങ്ങൾ, വിട്ടുകയറ്റിയ സ്ഥാപനങ്ങളുണ്ട്, ഘടക സ്ഥാപനങ്ങൾ, അവരുടെ എല്ലാവരുടെയും നല്ല സഹകരണം ഉണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെ സഹകരണത്തോടെ നമ്മുടെ പ്രവർത്തനം, പഞ്ചായത്തിലെ പ്രവർത്തനം തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഒരു അഴിമതിരഹിത പഞ്ചായത്ത് എന്ന നിലയിൽ നടത്താൻ എല്ലാ കാര്യങ്ങളും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല സപ്പോർട്ടാണ് എല്ലാവരും. ഏറ്റവും സന്തോഷകര സംതൃപ്തമായ രീതിയിൽ 5 വർഷം കഴിയുമ്പോൾ ഇറങ്ങി പോകാൻ സാധിക്കുന്നു. ഇത്ര മനോഹരമായിട്ട് വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്യുവാനും അതിനെ വിജയത്തിലേക്ക് എത്തിക്കുവാനും സാധിച്ച അങ്ങേക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.